ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണിത്. നമുക്കിതിന് പ്രധാനമായും തക്കാളിയും അതുപോലെ കോഴിമുട്ടയും വെല്ലുള്ളിയുമാണ് ആവശ്യം. ഞാനിവിടെ മുട്ട തക്കാളി തോരനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഈ മുട്ട തക്കാളി തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, ഒരു വെല്ലുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ കുറച്ച് മല്ലിയില. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഉള്ളിയുടെ മുകളിലുള്ള ഈ വൈറ്റ് പോർഷൻ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഉള്ളി മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് തന്നെ മാക്സിമം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കതിലേക്കുള്ള തക്കാളിയും കൂടി അരിഞ്ഞെടുക്കാം. തക്കാളി നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ അത്യാവശ്യം ഒരു വലുപ്പത്തിലുള്ള കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. വെല്ലുള്ളി ഞാൻ ഒന്നുകൂടി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട തക്കാളി തോരൻ തയ്യാറാക്കാം. ആദ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇഞ്ചിയും ഇട്ട് നന്നാക്കി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മുടെ വെല്ലുള്ളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. വെല്ലുള്ളി പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് സ്വല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുത്താൽ മതി. എന്നാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ വെല്ലുള്ളി വഴന്നിട്ട് കിട്ടുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ സ്വല്പം ഉപ്പുപൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പുപൊടിയൊക്കെ നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പം ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരുന്നതിന് വേണ്ടി ഞാനിവിടെ സ്വല്പം ഉപ്പുപൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഒന്ന് ജസ്റ്റ് വഴന്ന് വന്നതിന് ശേഷം നമുക്കതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ഉള്ളിയും തക്കാളിയും നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിലേക്ക് പച്ചമുളകൊന്നും യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന കോഴിമുട്ട കൂടി പൊട്ടിച്ചൊഴിക്കാം. മുട്ട തക്കാളി തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 കോഴിമുട്ടയാണുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. 3 കോഴിമുട്ടയ്ക്ക് ഞാനിപ്പോൾ ഇവിടെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയ തക്കാളിയാണെങ്കിൽ നമുക്ക് 3 കോഴിമുട്ടയ്ക്ക് 2 തക്കാളി ഉപയോഗിക്കാവുന്നതാണ്. ഒരു 5-6 കോഴിമുട്ടയൊക്കെ എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വലുപ്പമുള്ള 2 തക്കാളി യൂസ് ചെയ്യാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കുക. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിരുന്നു. അതിൻ്റെ പുറമെ നമ്മൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ മുട്ടയും അതുപോലെ തന്നെ തക്കാളിയുടെയും വെല്ലുള്ളിയുടെയും മിക്സ് എല്ലാം ചേർത്ത് നന്നാക്കി തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. നമുക്കിതെല്ലാം കൂടി ഒന്ന് ചിക്കി പൊരിച്ചെടുത്താൽ മതിയാകും. ഇനി ഉപ്പിൻ്റെ പോരായ്മ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കണം. വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മുട്ട തക്കാളി തോരൻ എന്ന് പറയുന്നത്. ചോറിൻ്റെ കൂടെ പെട്ടെന്നൊക്കെ ഒരു വിഭവം തയ്യാറാക്കണമെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ കോഴിമുട്ടയും തക്കാളിയൊക്കെ ഉള്ള സമയത്ത് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി മുറിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ മുട്ട തക്കാളി തോരൻ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതാണ്. മുട്ട തക്കാളി തോരൻ ഇതുപോലെയൊന്ന് റെഡിയാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്